ഓം ശ്രീ ഗുരുഭ്യോ നമഃ. രാമായണ ചിന്തകൾ. സനാതനധർമ്മത്തിൽ വിജ്ഞാനത്തിൻ്റെ മുഖ്യമായ 3 സ്രോതസ്സുകളാണ് വേദം, പുരാണം, കാവ്യം. ഇതിൽ വേദം ആചാര്യനെ പോലെ കൽപ്പിക്കും, അനുസരിക്കണം. മാതൃദേവോ ഭവ, അമ്മ എങ്ങനെയാണ് ദൈവമാകുന്നത് എന്ന് ചോദിക്കാൻ പാടില്ല. അനുസരിച്ച് ജീവിച്ചാൽ അനുഭവം ഉണ്ടാകും. അതാണ് വേദഗൗരവം. പുരാണം സുഹൃത്തിനെ പോലെയാണ്. കഥകളും ഉപദേശങ്ങളുമായി വരും. വിമർശിച്ചിട്ട് ഉറപ്പാക്കി അനുസരിച്ചാൽ മതി. കാവ്യത്തിൽ ചോദ്യമോ വിമർശനമോ വരില്ല. കവിതാമാധുരിയിൽ നാം ലയിച്ചു പോകും. ജാതി മത ദേശഭേദമന്യേ എല്ലാവർക്കും സാമാന്യമായി രാമകഥ അറിയാം. കാരണം കാവ്യമഹത്വമാണത്. വാൽമീകി ഗിരിയിൽ നിന്നും ശ്രീരാമസാഗരത്തിലേക്ക് ഗമിക്കുന്ന നദിയാകിയാൽ രാമായണ പ്രവാഹം ക്ഷേത്ര, ഗൃഹ, ആശ്രമ അന്തരീക്ഷങ്ങളെ പവിത്രമാക്കുന്നു. അതിനാൽ രാമായണ പാരായണം ഒരു മാസത്തിലൊതുക്കിയാലും വലിയൊരു സേവനം തന്നെയാണ്. രാമായണ പാരായണം ചെയ്യുന്ന വേദിയിൽ കമനീയമായ ഒരു ചിത്രം ഉണ്ടാകും. ശ്രീരാമ പട്ടാഭിഷേകം. ലോകത്തിൽ എത്ര സ്ഥാനാരോഹണങ്ങൾ നടന്നു, പക്ഷെ ചിത്രങ്ങളില്ല. കാരണം ഇത്രയും ആദരണീയമായിട്ടുള്ളൊരു ഫോട്ടോ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. ത്യാഗവും സേവനവുമാണ് ആ ചിത്രഭംഗി. അഗണിത ഗുണഗണഭൂഷിതനായ ശ്രീരാമൻ യോഗമായ ദേവിയൊത്ത് രാവണവധാർത്ഥം അവതരിക്കുമ്പോൾ സേവനത്തിനു ദേവന്മാരാണ്. കവിവീരന്മാരായി അവർ കാട്ടിൽ പിറക്കണം എന്ന് കൽപ്പന. എന്നിട്ടോ വിരോധാഭാസം എന്ന പോലെ സേവന സന്ദർഭം വന്നപ്പോൾ ശ്രീരാമൻ ദേവേന്ദ്രപുത്രനായ ബാലിയെ വധിച്ചു. മറഞ്ഞു നിന്നു വധിച്ചു എന്ന് പരാതി. എങ്ങനെ മറഞ്ഞു? ഈശ്വരൻ മായയിൽ മറഞ്ഞു. അച്ഛൻ്റെ വാക്ക് സത്യമാക്കാൻ ദണ്ഡകാരണ്യത്തിൽ 13 കൊല്ലം വസിച്ച പുരുഷകേസരിയെ ബാലി കണ്ടില്ല. മഹേന്ദ്രഗിരിയിൽ ഒളിച്ചു വസിച്ച സുഗ്രീവൻ കണ്ടു. അംഗദൻ കേട്ടു. അംഗദിൽ നിന്ന് താരയും. എന്നാൽ 3 സമുദ്രങ്ങൾ തോറും ചാടിച്ചെന്ന് സന്ധ്യാവന്ദനത്തിന് തർപ്പണം ചെയ്യുന്ന ബാലി ഒറ്റ ദിവസം പോലും താഴേക്ക് നോക്കിയിട്ടില്ല. സീതാരാമലക്ഷ്മണന്മാരെ കണ്ടില്ല. സ്വന്തം സിംഹാസനത്തിൽ ഇരുന്നു എന്ന കുറ്റത്തിന് സുഗ്രീവനായ അനുജനെ ഭൂമി മുഴുവൻ ഓടിച്ച ബാലി ശ്രീരാമനെ എങ്ങനെ അറിയും? സ്വന്തം അനുജന് സസന്തോഷം സിംഹാസനം നൽകി കാടുകയറിയ മാതൃകാജ്യേഷ്ഠനാണല്ലോ ശ്രീരാമൻ. അപ്പോൾ സേവനത്തിന് എല്ലാവർക്കും അർഹതയില്ല. അതൊരു എളുപ്പ വഴിയാണ് ശ്രേയസ്സിന്. വനത്തിൽ ശ്രീരാമനെ പിന്തുടരുന്ന സീതാദേവിയുടെ പ്രാർത്ഥന പാദ ശുശ്രൂഷാവ്രതം മുടക്കായികമേ എന്നാണ്. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം. അതിന് സീതയുണ്ട് എന്ന് ശ്രീരാമനും സമ്മതിക്കുന്നു ശൂർപ്പണഖയോട്. പക്ഷേ സീതയുടെ സേവനം ദണ്ഡകാരണ്യത്തിലെ മഹർഷിമാരെ മോഹിപ്പിച്ചു. ശ്രീരാമ ശുശ്രൂഷയ്ക്ക് മോഹിച്ച ഋഷിമാർ പിന്നീട് ഗോപികമാരായി ജനിച്ചു, കണ്ണനെ ലാളിച്ചു എന്നാണ് കഥ. ഇതുപോലെ അശോകവനികയിൽ രാവണൻ രാക്ഷസികളുടെ നടുവിൽ വസിപ്പിച്ച സീതയ്ക്ക് നല്ല വാക്കരുളിയ ത്രിജടയും സരമയും ആദരണീയരാണ്. വിഭീഷണന്റെ കുടുംബം നല്ല ധർമ്മചിന്ത നിറഞ്ഞതാണെന്ന് സീത പ്രശംസിക്കുന്നുണ്ട് മാരുതിയോട്. നാഗാസ്ത്രബന്ധനായി ശ്രീരാമനും അനുജനും മരിച്ചു കിടക്കുന്നത് കാണാൻ രാവണൻ സീതയെ അയക്കുന്നു. പുഷ്പകത്തിൽ സരമയൊന്നിച്ചു പോയ സീത യുദ്ധക്കളത്തിലെ രാമന്റെ കിടപ്പ് കണ്ട് വിതുമ്പിക്കരയുകയാണ്. അപ്പോൾ സരമ പറയും, ദേവി, അവരുടെ മുഖത്ത് മരണലക്ഷണമില്ല. മാത്രമല്ല വിധവകളെ ഈ പുഷ്പക വിമാനം വഹിക്കുകയുമില്ല. മണ്ടൻ രാവണൻ അത് ഓർത്തില്ല. ഇത്തരം നല്ല വാക്കുകൾ ഉചിതമായ സേവനമാണ്. പഠനം മാറ്റിവെച്ച് സേവനത്തിൽ ഭ്രമിച്ചു നടന്ന വിദ്യാർത്ഥിയോട് ഗുരു, പഠനവും സേവനമാണ്. അണ്ണാൻ കുഞ്ഞിനെ പോലെയോ ആഞ്ജനയെ പോലെയോ നീ സേവനം ചെയ്യാൻ ഇച്ഛിക്കുന്നത് എന്ന് ചോദിച്ചു.
അറിവിൻ്റെ സേവനം. മരുന്നിന് പോയിട്ട് മല തന്നെ ചുമന്നു കൊണ്ടുവന്ന വീരഹനുമാൻ. രാക്ഷസാന്തകന് സ്ഥാനം എപ്പോഴും ശ്രീരാമപാദത്തിൽ. നമ്മുടെ അമ്മ നൽകും പോലൊരു ആലിംഗനമാണ് ശ്രീരാമൻ ഹനുമാന് നൽകിയത്. എന്നാൽ കാലം അഥവാ ഭക്തർ ഹനുമാനെ ഭഗവാനായി ഉയർത്തി. നാലമ്പലങ്ങൾക്കൊപ്പം ഭക്തനും കോവിൽ. വനയാത്രയ്ക്ക് അനുവാദം ചോദിച്ച ലക്ഷ്മണനോട് അമ്മ പറഞ്ഞു, നീ ജനിച്ചത് തന്നെ ഏട്ടനൊപ്പം വനത്തിൽ വസിക്കാനാണ്. ഏട്ടനെ അച്ഛനായും ഏടത്തിയെ മാതാവായും അടവിയെ കാടിനെ അയോധ്യയായും കരുതി ഉണ്ണി സുഖമായി പോയി വരിക. 14 കൊല്ലം ഉറക്കമിളച്ചു സേവനം ചെയ്ത അനുജനോടുള്ള കടപ്പാട് ശ്രീരാമൻ മറന്നില്ല. അടുത്ത അവതാരത്തിൽ ബലരാമ ജ്യേഷ്ഠനായി ജന്മം നൽകി. ശുശ്രൂഷ ചെയ്തു കടം തീർത്തു എന്ന് ആനന്ദരാമായണം. സേവന മഹിമ അവർണ്ണനീയമത്രേ. ഹരി ഓം നമഃ ശിവായ.